ചലച്ചിത്ര സംഘടനകളെല്ലാം തൽപര കക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണെന്ന് നടൻ തിലകൻ. ബിസ് ടിവി നെറ്റ്വർക്കിന്റെ ബാനറിൽ സോഹൻ രാജ് സംവിധാനവും തിരക്കഥയും നിർവഹിക്കുന്ന ഡാം 999ന്റെ റിലീസിംഗ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജന്മവാസനയുള്ള കലാകാരനെ തളർത്താൻ ആര് വിചാരിച്ചാലും നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കലാകാരന്റെ കണ്ണുനീർ വീഴാൻ ഇടവരരുത്. ഇത് ഞാൻ പറയുന്നത് നിങ്ങളോടല്ല, നമ്മുടെ മലയാള സിനിമാ രംഗത്തെ ചില തൽപര കക്ഷികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയ്ക്ക് വേണ്ടിയാണ്. മലയാള സിനിമ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനൊരു ആശ്വാസമാണ് ഈ ചിത്രം. ഇതിന്റെ തിരക്കഥ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ശ്രീമാൻ സോഹൻ റോയ് എനിക്ക് തന്നത്. ഇംഗ്ലീഷ് വെർഷനും മലയാളം വെർഷനുമുണ്ട്. രണ്ടും വളരെ മനസ്സിരുത്തി വായിച്ച് കുറെ അധികം ഹോംവർക്ക് നടത്തി അതിനുവേണ്ടി എന്റെ ബുദ്ധിയും മനസ്സും ഞാൻ ഉപയോഗിച്ചു. പ്രയോജനമില്ലാതെ പോയെങ്കിലും അതെനിക്കൊരു അഭ്യാസമാണ്, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാകാം 2 വർഷം മാറി നിന്ന ഞാൻ ഇന്ത്യൻ റുപ്പീസിൽ തിളങ്ങിയത്. ഡാം തകർച്ച പ്രമേയമാക്കി നിർമ്മിച്ച ചിത്രം ഈ മാസം 25-ന് തിയേറ്ററുകളിലെത്തും. ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. മികച്ച ഇന്ത്യൻ നടീനടന്മാരായ രജത് കപൂർ, ആശിഷ് വിദ്യാർത്ഥി, വിമല രാമൻ എന്നിവർക്ക് പുറമെ വിദേശ താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. അന്താരാഷ്ട്ര പ്രശസ്തരായ സാങ്കേതിക വിദഗ്ധരാണ് ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. Someone will be coming from the east. Are you crying for me? Are you crying for your dad? ചിത്രത്തിന്റെ തിരക്കഥ ഇതിനോടകം തന്നെ ഓസ്കാർ നോമിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംവിധായകൻ സോഹൻ റോയ് പറഞ്ഞു. രാജ്യത്തിനകത്തും പുറത്തുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. 5000 വർഷത്തെ സംഗീതത്തിലൂടെ സഞ്ചരിച്ച് ഗാനങ്ങൾ രൂപപ്പെടുത്തിയത് സംഗീത സംവിധായകൻ ഔസേപ്പച്ചനാണ്. ചിത്രത്തിന്റെ മലയാളം തിരക്കഥയുടെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു.